സക്രാൻ റളിയല്ലാഹു അൻഹു. സക്രാൻ എന്ന് പറഞ്ഞാൽ മത്ത് പിടിച്ച ആൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം. മത്ത് പിടിച്ച ആൾ എന്താ അങ്ങനെ പറയാൻ കാരണം? അള്ളാഹുവിൽ സദാ ചിന്തിക്കുന്ന ആളായിരുന്നു. വേറൊരു ദുന്യാവിയായ ചിന്ത ഉണ്ടായിരുന്നില്ല. അത് സക്രാൻ റളിയല്ലാഹു അൻഹു ഇവരുടെ 17ാമത്തെ വല്ലിപ്പയാണ്. ശ്രദ്ധിക്കണേ, ഇതൊക്കെ ആരാ? ഏതോ അഹ്ലു ബൈത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നതല്ല. ഇത് മനസ്സിലാക്കണം. ഇതെങ്ങനെ അഹ്ലു ബൈത്തിൽ നിന്നിങ്ങനെ വന്നു, ഏതോ ഒരു കബീലയിൽ വന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. ഇവർക്കുള്ള പ്രത്യേകത എന്തുകൊണ്ട് ഇവർക്ക് ഈ പ്രാധാന്യം ലോകം കൽപ്പിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. അതായത് ഒരു പൊട്ടായ ആൾ ആ കൂട്ടത്തിലില്ല. ഒക്കെ കുതുബീങ്ങൾ, ഗൗസിയങ്ങൾ. അബ്ദുറഹ്മാൻ സഖാഫ് റളിയല്ലാഹു അൻഹു, വിവരമുള്ളവർക്ക് മനസ്സിലാകും എന്താണ് പറഞ്ഞത്. സഖഫ് പുരയുടെ മേൽഭാഗം, സഖാഫ് വലിയ മഹാനായിരുന്നു. കാലത്തെ എല്ലാ ഔലിയാക്കളുടെയും നിന്നും അബ്ദുറഹ്മാൻ സഖാഫ് റളിയല്ലാഹു അൻഹു ഹിജ്റ 819 വഫാത്തായിട്ടുള്ളത്. അദ്ദേഹത്തിന് 20 മക്കളുണ്ട്. അതിൽപ്പെട്ട മക്കനാണ് സക്രാൻ റളിയല്ലാഹു അൻഹു. അബൂബക്കർ സക്രാൻ 821 വഫാത്തായി. വലിയ സൂഫിയായിരുന്നു. അല്ലാഹുവല്ലാത്തൊരു ചിന്ത ഇല്ലാത്തതുകൊണ്ട് ജനങ്ങൾ കൊടുത്ത പേരാണ് മത്ത് പിടിച്ചു പോയ ആള് സക്രാൻ. അല്ലാഹുവല്ലാത്തൊരു ചിന്തയില്ല, വേറൊരു ചിന്തയില്ല, ഇലാഹിയായ സൂഫിയ. ولا مقصودهم جنات عدن ولا الحور الحسان ولا الخيام. ഒന്നും അവരെ ലക്ഷ്യമല്ല, അല്ലാഹുവല്ലാത്തൊരു ലക്ഷ്യമില്ല, ഒരു ലക്ഷ്യം അവർക്കില്ല. അതിൽപ്പെട്ട ആളായിരുന്നു ബഹുമാനപ്പെട്ട അബൂബക്കർ സക്രാൻ റളിയല്ലാഹു അൻഹു. വലിയ കറാമത്തുള്ള ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ് ഇവരുടെ 16ാമത്തെ വല്ലിപ്പ ബഹുമാനപ്പെട്ട അഷേഖ് അലി റളിയല്ലാഹു അൻഹു. ഞാൻ വിശദീകരിക്കുന്നില്ല. 818 തെരീമിൽ ജനിച്ചു, 895 തെരീമിൽ വഫാത്തായി ബഹുമാനപ്പെട്ടവർ. അവരുടെ മകനാണ്. അന്ന് നീട്ടുന്നില്ല, വലിയ വിഷയം പറയാൻ പോകുന്നത് കൊണ്ട്. അദ്ദേഹത്തിന് 10 മക്കളുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ ഇവരുടെ വല്ലിപ്പയാണ്. ഇവരുടെ 15ാമത്തെ വല്ലിപ്പയാണ് ബഹുമാനപ്പെട്ട അഷേഖ് അസ്സയ്യിദ് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു. വലിയ കർമ്മശാസ്ത്രത്തിൽ വലിയ വിഖ്യാതനായ പണ്ഡിതനായിരുന്നു, വലിയ സാഹിദായിരുന്നു, വലിയ സൂഫിയായിരുന്നു. അദ്ദേഹത്തിന് 3 മക്കളുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനാണ് ഷിഹാബി ഖബീലയുടെ പിതാവ്. ഇപ്പം നമ്മളെവിടെ വന്നു? ഇങ്ങനെ വന്നിട്ട് ആലു ബഅലവി ഖബീല, ബഅലവി ഖബീല, ആലു ബഅലവി ഖബീല. ഇനി നമ്മൾ വരുന്നത് ഷിഹാബി ഖബീലയിലേക്കാണ്. ഇനി പറയാൻ പോകുന്ന ആൾ ഷിഹാബി ഖബീലയുടെ, ഇവർ ഈ കുടുംബത്തിന് മൊത്തം ഷിഹാബ് എന്നാണ് പേര്. അദ്ദേഹം പെട്ടെന്ന് കൊണ്ടുപോവാ. ഇതെങ്ങനെ ഒരു പേരല്ല, ഇതെങ്ങനെ എല്ലാവർക്കും ഒരു പേര്, ഒക്കെ അങ്ങനെയാണ്. പൂക്കോയത്തങ്ങളും ഷിഹാബുദങ്ങളാണ്. ഹിജ്റ 946 വഫാത്തായിട്ടുള്ള അസ്സയ്യിദ് അഹ്മദ് ശിഹാബുദ്ദീൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം തെരീമിയാണ്, യമനിയാണ്, തെരീമിയാണ്, ഷിഹാബി ഖബീല. ഇനി ഇവിടുന്ന് താഴേക്ക് വരുന്ന കുട്ടികൾക്കൊക്കെ കുടുംബ പേരായിട്ടുണ്ടാകും എന്ത്? ഷിഹാബ്. അതൊരു കുടുംബ പേരാണ്. ഇനി ഈ കുടുംബ പേരിനും ഒരു അസ്ലി കാരണമുണ്ട്. ഷിഹാബ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാ? അത് വളരെ ഗൗരവമായി പഠിക്കുന്ന ഒരു വിഷയമാണ്. ബഹുമാനപ്പെട്ടവരുടെ പേര് അഹ്മദ് എന്നാണ്. ഷിഹാബ് എന്ന് ജനങ്ങൾ കൊടുത്ത പേരാണ്. അതെൻ്റെ ജനങ്ങൾ കൊടുത്തു. ഷിഹാബ് തീജ്വാല. ഏത് വിഷയം കട്ടൻട്രിയായി തീർക്കാൻ കഴിയുന്ന ആളാണ് ആര്? അഹ്മദ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് വിഷയങ്ങൾ കട്ടൻട്രിയായി തീർക്കാൻ കഴിയുന്ന ഒരാൾ, താത്വികൻ എന്ന അടിസ്ഥാനത്തിൽ വന്ന പേരാണ് എന്ത്? ഷിഹാബ്. ആ ഒരു കഴിവ് ഇവർക്ക് ഉണ്ടാവണേന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് മനസ്സിലാവണില്ല, നിങ്ങൾ ഇവിടെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരുടെ വല്ലിപ്പയുടെ പേര് ഷിഹാബ് എന്നല്ല. 946 വഫാത്തായതാണ് ഷിഹാബി ഖബീലയുടെ പിതാവ്. അദ്ദേഹത്തിൻ്റെ പേര് ഷിഹാബ് എന്നല്ല, അദ്ദേഹത്തിൻ്റെ പിതാവ് പേര് അഹ്മദ് എന്നാണ്. ഷിഹാബ് എന്നല്ല അദ്ദേഹത്തിൻ്റെ പേര്, അഹ്മദ് എന്നാണ്. പിന്നെ എൻ്റെ അദ്ദേഹത്തിന് ഷിഹാബ് എന്ന പേര് വരാനുള്ള കാരണം അദ്ദേഹം വലിയ താർക്കികനായിരുന്നു. ഭയങ്കര ഒരു വിഷയം അങ്ങോട്ട് പറഞ്ഞാൽ ഒറ്റ വാക്ക് മറുപടി അപ്പോൾ തീർക്കാൻ കഴിയും. ഈ തീർക്കം ഇന്നലെയുള്ള ഷിഹാബിൽ വരെയും ഇന്നുള്ള ഷിഹാബിൽ നമ്മൾ കാണുന്നുണ്ട്. ഇത് കുരുത്താണ്. തൽക്കാലം ഒരു വോട്ടിന് ജയിച്ചിട്ട് നാട്ടിലെ പഞ്ചായത്ത് മെമ്പറായിട്ട് തൽക്കാലം താർക്കികനായിട്ട് മധ്യസ്ഥം വന്നതല്ല. ഇതിൻ്റെ അസ്ല് നമ്മൾ മനസ്സിലാക്കണം. ഇതെങ്ങനെ വന്നു? അദ്ദേഹത്തിൻ്റെ പേര് അഹ്മദ് എന്ന ശിഹാബുദ്ദീൻ. ദീനിൽ എൻ്റെ ചെങ്കോൽ തീജ്വാല, കാര്യത്തിനങ്ങോട്ട് വെട്ടിമുറിച്ച് കട്ടൻട്രി പറയാൻ കഴിയുന്ന ഒരാളായിരുന്നു അഹ്മദ് റളിയല്ലാഹു അൻഹു.
ഭിന്നിച്ചു നിൽക്കുന്നവരിലും എതിരാളികൾക്കുമിടയിൽ ഐക്യമുണ്ടാക്കാൻ സമർത്ഥനായിരുന്നു സയ്യിദ് അഹമ്മദ് ശിഹാബുദ്ദീൻ. ശ്രദ്ധിക്കണേ, അതാണ് ഇപ്പോൾ ഇന്നലെ വരെയുള്ള ശിഹാബിലും ഇന്നുള്ള ശിഹാബിലും നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവർക്ക് ഈ ഒരു താർക്കിക വിഷയങ്ങളെ തീർപ്പ് കൽപ്പിക്കാനുള്ള കഴിവ് ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല, പരമ്പരാഗതമായി ഉണ്ടായി. ഒരു വലിയ 946 വഫാത്തായ അഹമ്മദ് ശിഹാബുദ്ദീനാണ് ശിഹാബി കബീലയുടെ പിതാവ്. അദ്ദേഹം തന്നെ ഇങ്ങനെയുള്ള ആളായിരുന്നു. ഭിന്നിച്ചു നിൽക്കുന്നവരിലും എതിരാളികൾക്കുമിടയിൽ ഐക്യമുണ്ടാക്കാൻ സമർത്ഥനായിരുന്നു സയ്യിദ് അഹമ്മദ് ശിഹാബുദ്ദീൻ. ഒരു തികഞ്ഞ നയതന്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. സയ്യിദ് അഹമ്മദ് ശിഹാബുദ്ദീൻ്റെ ശ്രമം മൂലമാണ് ഏറെ കാലത്തോളം ശത്രുതയിലും പിണക്കത്തിലുമായിരുന്ന യമനിലെ കതീർ യമാനി കുടുംബങ്ങളിൽ ഐക്യവും പ്രശ്നങ്ങളിലെ ഒത്തുതീർക്കും ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അക്കാലത്തെ തീരാത്ത പ്രശ്നങ്ങൾ വരെ തീർത്തത് അഹമ്മദ് ശിഹാബുദ്ദീനാണ്. ഈ ഒരു കഴിവ് ശിഹാബി കബീലകളിൽ മുഴുവനും നിലനിൽക്കുന്നു. അത് ഇന്നോ ഇന്നലെയോ ഉള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താ പാണക്കാട്ട് കൊണ്ട് ആവശ്യം? ഒരു കാര്യം തീരുമാനിക്കാൻ അങ്ങക്ക് ഒരു പാണക്കാട്ടുന്ന ഒരാൾ വേണോ എന്ന് ചോദിക്കാൻ, അവർക്കാണ് ഇതിൻ്റെ അധികാരം. അള്ളാഹു കൊടുത്തടാ, അള്ളാഹു ആണ് പതില് കൊടുക്കും. ചില ആളുകൾക്ക് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല, അത് നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അത് എപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. ഞാനും സാദിഖ് അലി ശിഹാബ് തങ്ങളും അബ്ബാസ് അലി ശിഹാബ് തങ്ങളൊക്കെ പരിപാടിക്ക് പോകും. വളരെ ദൂരെയൊക്കെ പരിപാടി. ഞാനും അബ്ബാസ് അലി ശിഹാബ് തങ്ങളും കുവൈത്തിലേക്ക് പരിപാടിക്ക് പോയി. കുവൈത്തിലേക്ക് പോവുക. അദ്ദേഹത്തിന് പ്രസംഗം 1-ാം ദിവസം പ്രസംഗം, എനിക്ക് 2 ദിവസം പ്രസംഗം. അദ്ദേഹത്തിന് പ്രസംഗം 5 മിനിറ്റ്, എനിക്ക് 1-ാം ദിവസം 4 മണിക്കൂർ, 2-ാം ദിവസം 4 മണിക്കൂർ. ബഹുമാനം മുഴുവനും അവർക്ക്. ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ച് പഠിച്ചു തമ്പുരാൻ, ഇത് ഞാൻ ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ വളരെ ഞാൻ ചിന്തിച്ച വിഷയമാണ്. ബഹുമാനം മുഴുവനും അവരങ്ങോട്ട് കൊണ്ടുപോകും. അവരെണീക്കണോടുകൂടെ നേതാക്കന്മാർ മുഴുവൻ പോവുകയും ചെയ്യും. എനിക്ക് പിന്നെ എന്നോട് പറയും ചെയ്യും, എന്നോട് അവർ പറയും 4 മണിക്കൂറിൽ കുറയരുത് എന്ന്. എനിക്ക് തലേന്ന് 4 മണിക്കൂർ, പിറ്റേന്ന് 4 മണിക്കൂർ, എല്ലാത്തിനും പിന്നാം സ്ഥാനം. പണി മുഴുവനും എനിക്ക്. ഇവർക്ക് പ്രസംഗം 5 മിനിറ്റ്. ഇനി ഞാൻ പുതിയ സംഘടന ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇത് അള്ളാഹു കൊടുത്ത പോകില്ല. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അത് കൊടുക്കും. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ കർണാടകയിലൊക്കെ ആ തങ്ങളോടുകൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. കർണാടകയിൽ മുനവ്വർ ശിഹാബ് തങ്ങളും ഞാനും പരിപാടി പങ്കെടുത്തിട്ടുണ്ട്. അബ്ബാസ് അലി ശിഹാബ് തങ്ങളും. അവർക്കൊക്കെ 2 മിനിറ്റ് 3 മിനിറ്റ് പ്രഭാഷണം. ഞാൻ തങ്ങളെ നിങ്ങൾ ഞാൻ കാത്തു നിൽക്കുന്നവരെ ചോദിക്കൽ അദബുകേടാണെന്ന് തോന്നും. കാരണം അവർ 2 മിനിറ്റ് കഴിഞ്ഞ് അവർ പോയി. അവർ പാണക്കെടുത്തിട്ട് എൻ്റെ പ്രസംഗം തീർന്നിട്ടുണ്ടാവില്ല. എന്നാൽ ബഹുമാനം മുഴുവൻ അവർ കൊണ്ടുപോയി ചെയ്യും. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് എന്തുകൊണ്ട്? അത് അങ്ങനെയാണ് അതിൻ്റെ അസില്. ഓരോരുത്തർ, എൻ്റെ വാപ്പ ഈ സ്റ്റേജിലുണ്ട്. വാപ്പയുടെ പേര് ഹംസ എന്നാണ്. വാപ്പയുടെ വാപ്പൻ്റെ പേര് അഹമ്മദുട്ടി എന്നാണ്. അഹമ്മദുട്ടി എന്ന ആളുടെ വാപ്പൻ്റെ പേര് രായിൻ എന്നാണ്. രായിൻ എന്ന അവളുടെ വാപ്പൻ്റെ പേര് എനിക്കോട് പറഞ്ഞു തന്നിട്ടില്ല, എന്നോട് ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ഇനി അത് ചോദിക്കുന്നതിൽ വലിയ ഹൈറൊന്നും ഉണ്ടാവില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവിടെ വ്യത്യാസം. അതുകൊണ്ട് ഇത് ഇതെന്ന ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. ഇവിടെ കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് ഇവിടെ പിടികൂടിയൊരു ഹക്കിലാണ്. അതിൽ ആർക്കെങ്കിലും അസൂയ ഉണ്ടെങ്കിൽ അവർക്ക് നടക്കാവുന്നതാണ്. അവിടെ നീ ഉമ്മത്തിനെ കൊണ്ടുപോകാൻ ഖിയാമത്ത് നാൾ വരെ കഴിയുന്ന വിചാരിക്കുന്ന വഴി നടക്കുന്ന കാര്യമല്ല. ഈ ഉമ്മത്തിനെ, ഈ ഒരു കുടുംബത്തിനെ കൊണ്ടുപോകാൻ ആരും വിചാരിക്കേണ്ട, നടക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയാൻ നമ്മളെ നാവിന് കരുത്ത് തന്നിട്ട് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കുട്ടികൾക്ക് കൂടെ നിന്ന ആളുകളെ പേര് വിളിക്കുമ്പോൾ നമ്മളെ പേരും അള്ളാഹിൻ്റെ കോടതിയിൽ വിളിക്കട്ടെ. ബഹുമാനപ്പെട്ട അഹമ്മദ് ശിഹാബുദ്ദീനെ പറ്റി വലിയ അതാണ് ശിഹാബി കബീൽ. അദ്ദേഹത്തിൻ്റെ മകൻ ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ശിഹാബുദ്ദീൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഉമർ ശിഹാബുദ്ദീൻ ഇവരുടെ ഉമർ ശിഹാബുദ്ദീൻ റളിയല്ലാഹു അൻഹു ഇവരുടെ സക്രാൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സക്രാൻ റളിയല്ലാഹു അൻഹു, അവരുടെ മകൻ ഷെയ്ഖ് അലി റളിയല്ലാഹു അൻഹു, ഷെയ്ഖ് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അലി റളിയല്ലാഹു അൻഹു. അങ്ങനെ സയ്യിദ് ശിഹാബുദ്ദീൻ റളിയല്ലാഹുവിൻ്റെ മകനാണ് 13ാമത്തെ പേരമകൻ സയ്യിദ് ഉമർ ശിഹാബുദ്ദീൻ റളിയല്ലാഹു അൻഹു. അവർക്ക് 3 മക്കളുണ്ടായിരുന്നു. ഞാൻ നീട്ടുന്നില്ല. അവരും വലിയ മഹാനായിരുന്നു. ഉമർ ശിഹാബുദ്ദീൻ, അതായത് അഹമ്മദ് ശിഹാബുദ്ദീൻ വലിയ താർക്കികനും വലിയ നയതന്ത്രജ്ഞനുമായിരുന്നു. വലിയ ഐക്യത്തിൻ്റെ ആളായിരുന്നു. ആ ഐക്യം അമേരിക്കയിൽ പോയിട്ടും പ്രസംഗിച്ചത് ഈ ഐക്യമാണ്. പേരമകൻ ബഹുമാന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ആസ്ട്രേലിയയിൽ